ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കണ്ടു. അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. സ്വാഭാവികമായും മതസാമുദായിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ നാടിൻ്റെ മതമൈത്രി നിലനിർത്താനും സാമുദായിക അന്തരീക്ഷം മെച്ചപ്പെടുത്താനും നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് സംഭാവന ചെയ്യാനും ബാധ്യതപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അവരിൽ നിന്ന് അതിന് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് പൊതുസമൂഹം ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, നവോത്ഥാന ചരിത്രത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് SNDPയും NSSും KPMS അടക്കമുള്ള സംഘടനകളെന്ന് പറയുന്നത്. നവോത്ഥാന നായകരുടെ പട്ടികയിൽ ഏറ്റവും പ്രഥമഗണനീയരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത്. ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷസ്ഥാനത്തിരിക്കുന്ന, നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് നാട് ആഗ്രഹിക്കുന്നത്, പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക് നഷ്ടപ്പെടാത്ത, നമ്മുടെ സമൂഹത്തിനകത്ത് ഭിന്നത ഉണ്ടാക്കാത്ത ആവശ്യങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രസ്താവന യൂത്ത് കോൺഗ്രസിനെതിരായി പറഞ്ഞത് ഞാൻ വളരെ കൃത്യമായി തന്നെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഒരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റിനെ സംബന്ധിച്ച് വന്നത്. ആ പ്രസ്താവനയോട് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കാത്തത് കൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് 10 നിമിഷങ്ങൾക്കകം തന്നെ നേതൃത്വം ഇടപെട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിപ്പിച്ചത്. അതിൻ്റെ കാരണം കരണത്തടിക്കുന്നതോ കരിയോലൊഴിക്കുന്നതോ ആരെയും കായികമായി ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ കായികമായി ഏറ്റുമുട്ടുന്നതോ യൂത്ത് കോൺഗ്രസ് പോലെ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയല്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ആശയപരമായ സംവാദമാണ്. വർഗീയതയോട് പൊരുത്തപ്പെടാൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കില്ല, കോൺഗ്രസിനും സാധിക്കില്ല. വർഗീയമായ പരാമർശങ്ങൾക്കെതിരെ സ്വാഭാവികമായ പ്രതികരണം സമൂഹത്തിനകത്തുണ്ടാകും. എന്നാൽ അതേസമയം തന്നെ അതിന് മറ്റൊരു ഹിംസാത്മകമായ രീതിയിലുള്ള പ്രതികരണങ്ങളോട് ഞങ്ങൾ ആരും യോജിക്കുന്നുമില്ല. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ മുൻനിർത്തി SNDP യോഗം ജനറൽ സെക്രട്ടറി മുന്നോട്ട് പോകുന്നതിൽ ആർക്കും യാതൊരു പരാതിയുമില്ല. ഈ നാടിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് വലിയ സംഭാവന നൽകിയ ആ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷന് ചേരുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തണമെന്ന അഭിപ്രായം യൂത്ത് കോൺഗ്രസിനുണ്ട്. കാരണം അവർ കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ പൊതുസമൂഹം. ഈ മതസാമുദായിക നേതാക്കന്മാർക്ക് വലിയ സംഭാവനകളിൽ നൽകാനുണ്ട്. ഈ നാടിൻ്റെ സോഷ്യൽ ഫാബ്രിക് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഇടപെടലുകളിൽ രാഷ്ട്രീയ നേതൃത്വത്തോടൊപ്പം തന്നെ സാമുദായിക നേതൃത്വങ്ങളും നിരന്തരമായി ഇടപെടേണ്ടവരാണ്. വലിയ നവോത്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരിൽ നിന്ന്, ആ കസേരയിൽ ഇരുന്നിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഉന്നതമായ നേതാക്കന്മാരുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരിൽ നിന്ന് സമൂഹം ആഗ്രഹിക്കുന്ന പ്രതികരണങ്ങളല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരോടായാലും അതല്ലെങ്കിൽ സമരം ചെയ്യുന്ന ആളുകളോടായാലും ആരോട് തന്നെയായാലും അവരുടെ വേഷഭൂഷാദികളോ അവരുടെ പേരോ അവരുടെ ജീവിത രീതികളോ അനുസരിച്ച്, അവരുടെ മതവിശ്വാസങ്ങൾക്കോ അനുസരിച്ച് അവരെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നതിനോടോ അവരെ മറ്റേതെങ്കിലും രീതിയിൽ ആക്ഷേപിക്കുന്നതിനോടോ യൂത്ത് കോൺഗ്രസ് പൊരുത്തപ്പെടുന്നില്ല.